യെസ് പ്രശാന്ത്. പറയണം മാഷ്, എന്താണ്? എനിക്കൊരു കാര്യം അറിയാനാണ് താല്പര്യമുള്ളത്. അതായത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടിനെ ചൊല്ലി BJPക്കും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും എതിരായിട്ട് ബി ജെ പിക്കാരും അല്ലാത്തവരും, ഞാൻ നോക്കുമ്പോൾ BJPക്കാരാണ് ഏറ്റവും കൂടുതൽ കെ സുരേന്ദ്രനെ അതിരൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, BJPയിൽ RSS അറിയാതെ ഒരു ചെറു ഇല അനങ്ങാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ മാറിയേ തീരൂ, സുരേന്ദ്രനാണ് ഉത്തരവാദി, സ്ഥാനാർത്ഥിയെ നിർണയിച്ചതും ഈ പരാജയപ്പെടുത്തിയതും സുരേന്ദ്രൻ്റെ പെരുമാറ്റ ദൂഷ്യമാണ് തുടങ്ങിയ ആരോപണങ്ങളാണല്ലോ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഈ സംഘടനാ സെക്രട്ടറി ആയിട്ട് നിറഞ്ഞ് പലപ്പോഴും വേണ്ടിടത്തൊക്കെ നമ്മൾ കണ്ടിരുന്നൊരു പേരാണ് കെ സുഭാഷിൻ്റെ പേര്. ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള വാർത്തകളിലെങ്ങും അദ്ദേഹം അഭിപ്രായം പറയണമെന്നല്ല, അദ്ദേഹത്തെ ആരും പരാമർശിച്ചു പോലും കാണുന്നില്ല. എന്ത് പറ്റിയതാവും അദ്ദേഹത്തിന്? അതൊരു വലിയ കുറവാണ് മാഷെ BJPക്ക്. BJPയുടെ ഈ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, മറ്റു പാർട്ടികൾക്കുള്ളതുപോലെ തന്നെ കാര്യകർത്താക്കൾ, നമ്മൾ ഇംഗ്ലീഷിൽ ഈ എന്താ പറയണ്ടേ, ഭാരവാഹികൾ എന്നൊക്കെ നമ്മൾ അർത്ഥത്തിൽ പറയുമല്ലോ, ഓഫീസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് BJPക്കും അതുപോലെ തന്നെ. പക്ഷേ മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത BJPക്കുണ്ട്. BJPയിൽ എപ്പോഴും BJP, BMS തുടങ്ങിയ സംഘപരിവാർ സംഘടനകളിലെല്ലാം RSS ഒരു പ്രചാരകനെ നിയോഗിക്കും ആ സംഘടനയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. BJPക്കുണ്ട്, BMSനുണ്ട്, VHPക്കുണ്ട്, ഹിന്ദു ഐക്യവേദിക്കുണ്ട്. അവർക്കെല്ലാം സംഘടനാ ചുമതലയുള്ള ഒരു സെക്രട്ടറി ഉണ്ടാവും സംസ്ഥാന തലത്തിൽ തന്നെ. ചിലപ്പോൾ ഫുൾ ടൈമർ എന്നുള്ള പേരിലായിരിക്കും ആൾ അറിയപ്പെടുന്നത്, ചിലപ്പോൾ ഓർഗനൈസിങ് സെക്രട്ടറി എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടും. അപ്പോൾ BJPക്ക് എപ്പോഴും ഒരു ഓർഗനൈസിങ് സെക്രട്ടറി ഉണ്ട്, സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേന്ദ്രത്തിലും ഉണ്ട്. അപ്പോൾ പണ്ട് സർസംഘചാലക് ഡൽഹിയിൽ പത്രക്കാരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒരു പാർട്ടിക്ക് മാത്രം RSS ഇങ്ങനെ ഓർഗനൈസിങ് സെക്രട്ടറിയെ കൊടുക്കുന്നത്, അത് RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് തെളിവല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ മനോഹരമായൊരു മറുപടി പറഞ്ഞു. മാഷിന് ഓർമ്മ കാണും, അത് ഒരുപാട് നാൾ ചർച്ച ചെയ്യപ്പെട്ട മറുപടിയാണ്, വിവാദമായിട്ടല്ല, സർഗാത്മകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മറുപടിയാണ്. മറ്റു പാർട്ടികളൊന്നും ചോദിക്കുന്നില്ല, ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും. എത്ര സുന്ദരമായ മറുപടിയാണ്. ഈ RSSൻ്റെ സർസംഘചാലകന്മാരിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഭംഗിയായിട്ട് പത്രക്കാരെ കൈകാര്യം ചെയ്തു. ഒരുപക്ഷെ പണ്ട് ഗുരുജിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം. നമ്മുടെ അറിവിൽ, എൻ്റെ ഒരു അറിവിൽ സുദർശൻജി തൊട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് പരിചയം, ഒരു 2000-ന് ശേഷമുള്ള. അപ്പോൾ അതിൽ വളരെ സുദർശൻജി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹമാണ്. ഈ രണ്ടുപേരിൽ ഏറ്റവും മനോഹരമായിട്ട് പത്രക്കാരോട് മറുപടി പറഞ്ഞ ആൾ നമ്മുടെ സർസംഘചാലകാണ്. അദ്ദേഹം പണ്ട് തിരുവനന്തപുരത്ത്, ഇപ്പോഴത്തെ മോഹൻജി ഭാഗവത്, പണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം 2009 സർസംഘചാലകമായിട്ട് സ്ഥാനമേറ്റതിന് ശേഷം ഒരു മീറ്റ് ദ പ്രസ് ക്ലബ്ബ് അറേഞ്ച് ചെയ്തിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് വളരെ മനോഹരമായിട്ടൊരു 1 മണിക്കൂർ കടന്നുപോയത് അറിഞ്ഞില്ലായിരുന്നു. അത്ര സുന്ദരമായിരുന്നു ആ പത്രസമ്മേളനം. എത്ര കാര്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എല്ലാവരുടെ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടെ കേട്ടിരുന്ന് നല്ല സരസമായി, ലളിതമായി, ഹൃദയത്തിൽ തട്ടുന്ന, എന്താ പറയുക, ഹൃദയസ്പർശിയായ മറുപടി കൊടുത്ത് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലായി. ഇവിടെ നമുക്കിപ്പോൾ ഈ ഓർഗനൈസിങ് സെക്രട്ടറി BJPക്ക് ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. പാലക്കാട് അത് പ്രതിഫലിച്ചിട്ടുണ്ട്, വയനാടും ചേലക്കരയിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BJPയുടെ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് കെ സുരേന്ദ്രനോ മറ്റുള്ളവരെയോ നമുക്ക് പഴിചാരാൻ പറ്റില്ല. സംഘടനയ്ക്ക് എപ്പോഴും ഈ ഓർഗനൈസിങ് സെക്രട്ടറി കൊടുക്കുന്നത് സംഘടനയുടെ അച്ചടക്കം കൃത്യമായിട്ട് പരിശോധിക്കാനും അതിനകത്ത് പാകപ്പിഴകൾ വന്നാൽ തിരുത്താനും. ഇപ്പോൾ പ്രവർത്തകർ തമ്മിൽ, കാര്യകർത്താക്കൾ തമ്മിലൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കോൺഗ്രസ്സിനുള്ളിലെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെയോ പോലൊരു വിഭാഗീയത BJPക്കുള്ളിൽ ഉണ്ടാകരുത് എന്ന് താല്പര്യപ്പെട്ടുകൊണ്ടാകണം ഇങ്ങനെ ഒരു പദ്ധതി തുടക്കം തൊട്ടേ RSSന് ചെയ്യേണ്ടി വന്നത്. അത് പണ്ട് ജനസംഘ കാലത്ത് തന്നെ, ഈ ജനസംഘം രൂപീകരിക്കുന്ന കാലത്ത് തന്നെ ശ്യാമപ്രസാദ് മുഖർജി ഗുരുജിയോട് ആവശ്യപ്പെട്ടു, അന്നത്തെ RSSൻ്റെ സർസംഘചാലകനോട് ആവശ്യപ്പെട്ടു, കുറച്ച് നല്ല പ്രവർത്തകരെ ഞങ്ങൾക്ക് തരണം, ജനസംഘത്തിന് തരണം.
അപ്പോൾ RSS നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല, വേറെ അതിനകത്തൊന്നും അഭിപ്രായം, അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും ഒരു വിഷയത്തെ സംബന്ധിച്ച്, പക്ഷേ രാഷ്ട്രീയമായ നിലപാടുകളോ അഭിപ്രായങ്ങളോ RSS അങ്ങനെ പറയാറില്ല. അതുകൊണ്ടാണ് കാശ്മീർ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ രാജ്യ താല്പര്യം മുൻനിർത്തി ചർച്ചയ്ക്കായിട്ട്, രാജാ ഹരിസിംഗുമായിട്ട് ചർച്ചയ്ക്കായിട്ട് ഗുരുജിയെ വിടേണ്ടി വന്നത്. അത് നെഹ്റു പോലും അന്ന് ഗുരുജിയുടെ സഹായം തേടി. ഗുരുജിയാണ് പോയി സംസാരിക്കുന്നതും അദ്ദേഹത്തെ ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ അന്ന് ശ്യാമപ്രസാദ് മുഖർജി ആവശ്യപ്പെട്ടതാണ് നമുക്കൊരു ഓർഗനൈസിങ് സെക്രട്ടറിയെ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നല്ല ആൾക്കാരെ, നല്ല പ്രവർത്തകരെ തരണം എന്ന്. അന്ന് ഗുരുജി കൊടുത്ത് കുറച്ച് നല്ല RSSൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരോട് ഇതിലേക്ക് പോകണമെന്ന് ഗുരുജി ആവശ്യപ്പെട്ടു. അപ്പോൾ അവരതനുസരിച്ചു. അങ്ങനെ വന്ന ആളാണ് ദീൻദയാൽ ഉപാധ്യായ, നമ്മുടെ തേങ്കടിജി, ദത്തോബാന്ത് തേങ്കടിജി ഒക്കെ. ഇവരെയൊക്കെ, ഈ തേങ്കടിജിയൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. മറ്റവരൊക്കെ വളരെ മുമ്പേ മരിച്ചുപോയി. ദീൻദയാൽജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പരമേശ്വർജിയെ പോലെയുള്ളവർ, എൻ്റെ പിന്നെ ആചാര്യ നരേന്ദ്രഭൂഷൺജിയെ പോലെയുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ ഇപ്പോൾ BJPക്ക് K. സുഭാഷ് ആയിരുന്നു ഓർഗനൈസിംഗ് സെക്രട്ടറി. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അദ്ദേഹം ഇല്ല. അതിനൊരു കാരണമുണ്ട്. മനഃപൂർവ്വം എന്തെങ്കിലും പിണങ്ങിപ്പോയതോ അല്ലെങ്കിൽ ഒഴിവാക്കിയതോ ഒന്നും അല്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ആളിനെ ഞാൻ വ്യക്തിപരമായിട്ട്, ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. നല്ല അച്ചടക്കമുള്ള, നല്ല സംഘടനാബോധമുള്ള പ്രവർത്തകരെ ഒരു എന്താ പറയേണ്ട ഈ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറഞ്ഞു തീർത്ത് ഒരു കുടക്കീഴിൽ അണിനിരത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഘടനാ പാടവമുള്ള ഒരാളാണ്. ഇത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ മലരും ചുഴിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന സംസ്ഥാന പ്രസിഡൻറ്റിനോ മറ്റ് ഭാരവാഹികൾക്കോ സംഘടനാതലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അവർക്ക് ചിലപ്പോൾ അതിന് അവസരവും കിട്ടത്തില്ല. അതിനു വേണ്ടി മാത്രം ഉള്ളൊരു പോസ്റ്റാണ് ഈ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി, അല്ലെങ്കിൽ ഓർഗനൈസിംഗ് ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി. ഇത് ഈ ഏറ്റവും അവസാനം ഇദ്ദേഹമായിരുന്നു, K. സുഭാഷ് ആയിരുന്നു. അതിനു മുമ്പ് M. ഗണേഷ് എന്നൊരാളായിരുന്നു. അതിനു മുമ്പ് ഉമാകാന്തൻ എന്നുള്ള ഒരാളായിരുന്നു. അതിനു മുമ്പ് പിന്നെ നമ്മുടെ സാക്ഷാൽ PP മൂന്തേട്ടനായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം മൂന്തേട്ടൻ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് നമ്മളാരും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ സംഘടനാപരമായ കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ, കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ, പ്രവർത്തകരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ ഇവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്, ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ. അപ്പോൾ ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ പൊതുവേ പൊതുരംഗത്ത് വന്ന് എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉമാന്തേട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും ഗണേഷ് ജിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ സംഘടനയുടെ കാര്യങ്ങൾ മാത്രം നോക്കി എപ്പോഴും ഒതുങ്ങി നിൽക്കും, ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കും. അവരൊരിക്കലും പൊതുവേദിയിൽ വന്ന് ഒരു എന്താ പറയുക പ്രസൻറ്റബിളായിട്ട് അവരങ്ങനെ പ്രവർത്തിക്കില്ല. പക്ഷേ എപ്പോഴും സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു കണ്ണുണ്ടാവും. അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെടും, ചെയ്യേണ്ടത് ചെയ്യും, പറയേണ്ടത് പറയും, പിന്നെ ശാസിക്കേണ്ടത് ശാസിക്കും, തിരുത്തേണ്ടത് തിരുത്തും, ഇതൊക്കെ ചെയ്യും. അവർക്ക് അതിനുള്ള റൈറ്റുണ്ട്. ഏതാണ്ട് സംസ്ഥാന പ്രസിഡൻറ്റിന് തുല്യമായ ഒരു പ്രാധാന്യം സംഘടന BJP എന്ന പാർട്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അണികൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, പ്രവർത്തകരും കാര്യകർത്താക്കളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സുഭാഷ് ജിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, നമ്മുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചു RSS, തിരിച്ചു വിളിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ RSSൻ്റെ 100ാം വാർഷികം വരാൻ പോവുകയാണ്. ഈ 100ാം വാർഷികം ഒരുപാട് കാര്യക്രമങ്ങളുണ്ട്, ഒരുപാട് RSSന് ഒരുപാട് പരിപാടികൾ അവർ ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പ്രവർത്തകർ വളരെ കുറവാണ്. പ്രചാരകന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഫുൾ ടൈമേഴ്സ് ഒക്കെ ഉണ്ട് RSSന്, പക്ഷേ എണ്ണം കുറവാണ്. അങ്ങനെ ഒരുപാട് വലിയ തോതിൽ ഉള്ള ഒരു സംവിധാനം അല്ലാതെ. അപ്പോൾ ഉള്ള പ്രചാരകന്മാർ തന്നെ പൂർണ്ണമായിട്ടും ഈ 100ാം വാർഷികത്തിൻ്റെ പുറകിലാണ്. ഒരു സംഘടനയുടെ 100ാം ജന്മദിനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അത് അവർ ഓൾ ഓവർ ദ വേൾഡ് എന്ന് തന്നെ പറയാം, ആഗോള വ്യാപകമായിട്ട് അത് ആഘോഷിക്കാനുള്ള ഓട്ടത്തിലാണ്, ഒരുക്കത്തിലാണ്. ഇത് ആൾ കുറവായതുകൊണ്ട് ഗണേഷ് ജിയെ നമ്മുടെ സുഭാഷ് ജിയെ പോലെയുള്ള ആൾക്കാരെ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ തിരിച്ചു വരികയും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തു. ഇത് BJPയിൽ ഒരു വലിയ കുറവ് വന്നു. കാരണം ഇവരുടെ ഒരു നോട്ടമില്ല, ഇവരുടെ ഒരു ശ്രദ്ധയില്ല. അതുണ്ടായിരുന്നെങ്കിൽ സന്ദീപ് വാര്യരുടെ ഒന്നും വിഷയം ഇത്രയും വഷളാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിൽ പ്രവർത്തിക്കാൻ ഒരാളില്ല, കാര്യങ്ങൾ നോക്കാനും നോക്കി നടത്താനും ആളില്ല.
മറ്റേത് അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊന്നും മോശപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വോട്ട് കുറയുന്ന ഒരവസ്ഥയിലേക്ക് BJP പോകില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ പറഞ്ഞാൽ സംഘത്തിൻ്റെ കണ്ണില്ലാത്ത നേരത്ത് BJP കൈവിട്ടുപോയി എന്നാണോ? അങ്ങനെ കൈവിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അവിടെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. പാളിച്ച മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ അതെ, ആക്ഷേപങ്ങളും കെ സുരേന്ദ്രനും കൂട്ടർക്കും എതിരെ ഉയരുന്നുണ്ട്. അത് ഒരു സത്യമാണ്. നമ്മൾ അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല, നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം ജനം ആഗ്രഹിക്കുന്നു BJPയുടെ വിജയം, BJPയുടെ പ്രവർത്തകർ അതിലേറെ ആഗ്രഹിക്കുന്നു BJPയുടെ ജയം. അപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കും? നിരന്തരം തോക്കുകയാണോ? അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പ്രയത്നമൊക്കെ നടത്തുന്നത്? നോക്കണം മാഷേ, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ BJPയോട് പിടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ CPM അല്ലാതെ വേറൊരു പാർട്ടി ഉണ്ടാവില്ല. ഇതിപ്പോൾ പല പാർട്ടികൾ ചേരുന്ന മുന്നണിയാണ് BJP എന്ന ഒറ്റ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ BJPക്ക് സംഭവിക്കുന്നു. BJPക്ക് ഒരു മുന്നണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുമില്ല കേരളത്തിൽ. അതേ പ്രശാന്ത്, ഈ കുറവ് വീഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലഘൂകരിക്കുമ്പോഴും ഞങ്ങളെപ്പോലുള്ളവരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ UDFലും LDFിൽ നിന്നും നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് യൂസ്ഡായി നമ്മളതിൻ്റെ ശീലിച്ചു കഴിഞ്ഞു അത്തരം ആരോപണങ്ങൾ. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ അഴിമതി, ഈ രാഷ്ട്രീയക്കാരുടെ കാപട്യം, വളരെ ആഡംബര ജീവിതം തുടങ്ങിയ സംഗതികളൊക്കെ UDFലും LDFലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ ഒരു അളവ് BJPയിലും കാണുന്നുണ്ടാവും. അതൊന്നും നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ തുടർന്ന് പോലും ഉയർന്നു വന്ന എന്തുകൊണ്ട് തോറ്റു എന്ന അന്വേഷണത്തിൽ BJPക്കാർ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ സാമ്പത്തികം മാത്രമല്ല അധാർമികമായ ആരോപണങ്ങൾ പോലും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് RSSൻ്റെ നോട്ടത്തിൻ്റെ കുറവ് വളരെ ആഴത്തിൽ BJPയെ ജീർണമാക്കി എന്ന് പറഞ്ഞാൽ, BJPയെ ജീർണമാക്കി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ BJPയുടെ ഈ പരാജയത്തിൽ അങ്ങനൊരു കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ് പാർട്ടിക്ക്. അതില്ലാത്തതിൻ്റെ കുറവ് BJP ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഒരു പ്രചാരകനെ എനിക്ക് പല പ്രചാരകന്മാരെയും പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അതിൽ പല മുതിർന്ന പ്രചാരകന്മാരും എനിക്കറിയാം, അതുപോലെ ചെറുപ്പക്കാരെയും അറിയാം, എന്നെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്. അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. പക്ഷേ ഇവിടെ ഈ സുഭാഷ്ജിയെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല സംഘടനാ പാഠമുള്ള ആളാണ്. എന്നാൽ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് ഞാൻ അധികം കേട്ടിട്ടുമില്ല. അതെ, പക്ഷേ എൻ്റെ ഒരു സംശയം, സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ സുഭാഷ്ജിയെ പോലെ ഒരാൾ ഈ സംസ്ഥാന BJPയെ തല്ലിയിട്ട് കാര്യമില്ല അമ്മാവ എന്ന് കണക്കാക്കിയിട്ട് കിട്ടിയൊരു അവസരം വെച്ചിട്ട് സംഘത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക് പോയതാവോ? അല്ല, അങ്ങനെയില്ല, ഒരിക്കലും അല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആരാ അത് പരിഹരിക്കേണ്ടത്? അത് പരിഹരിക്കേണ്ടത് സംഘ നേതൃത്വമാണ്. അതല്ല BJP നേതൃത്വത്തിന് ശക്തമായ BJP നേതൃത്വത്തിന് ആവശ്യപ്പെടാനേ പറ്റുള്ളൂ. അവർക്ക് നിർബന്ധിതമായിട്ട് വേണം എന്ന് ആവശ്യപ്പെടേണ്ടതല്ലേ? കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും BJPക്ക് അത് ആവശ്യപ്പെടേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, BJPയുടെ നില അത്ര തീർച്ചയായിട്ടും ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു, ശരിയാണ്. ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിൽ ഒരു പക്ഷേ വേണ്ടത്ര ശ്രദ്ധയുടെ കുറവുണ്ടായി. അല്ല, ഉപതെരഞ്ഞെടുപ്പുകൾ പക്ഷേ വളരെ വ്യക്തമാണ്, ആറ്റിങ്ങലും ആലപ്പുഴയിലും ഒക്കെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്, തിരുവനന്തപുരം ഉൾപ്പെടെ. യെസ്. അപ്പോൾ ആ നഷ്ടം, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും ഇതാണ് കാരണമെങ്കിൽ പരിഹരിക്കുകയും വേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, ഇതാണ് സ്ഥിതി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉടനെ വരുന്നു. അത് കഴിയുമ്പോഴേക്ക് ഈ സമയത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കോലാഹലമാണ്. സംഘത്തിന്റെ വാർഷികം അതിൻ്റെ വഴിക്ക് നടക്കുമ്പോഴും BJPയെ ഗുരുതരമായ പതനത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഈ നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ പരിശോധിക്കാൻ സംഘം വല്ലാതെ വൈകിപ്പോയാൽ ടുമോറോ ഈസ് ടു ലേറ്റ്. അതെ, അത് BJPക്ക് വലിയ വീഴ്ച ഉണ്ടായിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, നാളേക്ക് പരിഹരിക്കേണ്ട സമയത്ത് ഇന്ന് ചെയ്യേണ്ടത് നാളേക്ക് വെച്ചാൽ അത് വൈകിയാൽ അത് വലിയ അപകടം ചെയ്യും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ RSS ആണ് അത് തീരുമാനിക്കേണ്ടത്, ഒരു പ്രചാരകനെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് RSS തീരുമാനിച്ച ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് BJPക്കുള്ളിൽ അങ്ങനെ വലിയ വിഭാഗീയതയൊന്നുമില്ല. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്, അതേത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവും. അത്രയൊക്കെ BJPയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സുഭാഷ്ജിയെ പോലൊരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ കുറവ് BJP അനുഭവിക്കുന്നുണ്ട്. ഞാനത് ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നില്ല. ഇദ്ദേഹം അവസാനത്തെ ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം മിടുക്കനുമാണ്.
പക്ഷേ സംഘടനാ സംവിധാനം കൊണ്ടുപോകുന്നത് പാലക്കാട് ആ പാഠം ആർക്കാണ് പഠിപ്പിക്കേണ്ടത്? BJP-ക്കാണോ RSS-നാണോ? അത് RSS ചിന്തിക്കട്ടെ, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. BJP ആവശ്യപ്പെടുകയും ചെയ്യും. BJP ആവശ്യപ്പെടുകയും RSS അത് ചിന്തിക്കുകയും. ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ എടുത്ത് നോക്കിയാൽ പല സ്റ്റേറ്റുകളിലും ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ തിരിച്ചു പോയിട്ടുണ്ട്. ആളിൻ്റെ അഭാവം കൊണ്ടാണ്. അവർക്ക് ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് ആളിനെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ തിരിച്ചു വിളിക്കും. BMS-ൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്, വിശ്വ പരിഷത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം സംഭവിക്കും. അത് സംഭവിച്ചിട്ടുണ്ട് ആൾറെഡി. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും സംഭവിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അത് BJP-ക്ക് കേരളത്തിൽ വരുത്തിയിരിക്കുന്ന ദോഷം വലുതാണ്. ഈ ദോഷം പരിഹരിക്കാൻ പരിഹാര പൂജകൾ മതിയാവില്ല, പ്രാർത്ഥനകൾ മതിയാവില്ല, കർശനമായ നടപടികൾ തന്നെ വേണ്ടി വരും. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായിട്ടും. അതിപ്പോൾ എന്തായാലും ഈ പ്രവർത്തകരുടെ ഒരു എന്താ പറയുക, അവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ ആവശ്യം അത് RSS ഉൾക്കൊള്ളാതിരിക്കില്ല. അണികളും പ്രവർത്തകരും സ്വയം സേവകരും ഒക്കെ ഈ തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടന എന്നുള്ള നിലയ്ക്ക് അവർക്കത് സ്വീകരിച്ചേ പറ്റൂ. ഇപ്പം നമ്മൾ CPM എടുക്കണം, കോൺഗ്രസ് എടുക്കണം. പ്രവർത്തകരുടെ ആവശ്യം നേതൃത്വം ചെവിക്കൊള്ളാതിരിക്കുമോ? ഇല്ല, ചെവിക്കൊള്ളും. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. BJP എന്തായാലും BJP-ക്ക് വീഴ്ചകളുണ്ട്, അത് പരിഹരിക്കട്ടെ. അത് പരിഹരിക്കാൻ RSS-ൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ RSS ദൈനംദിന ഇവരുടെ രാഷ്ട്രീയത്തിലും കാര്യങ്ങളിലും ഇടപെടുന്നില്ല. പകരം ഒരാളെ കൊടുത്തിട്ടുണ്ട്. ആ ആളിന് RSS-ൻ്റെ പോളിസി എന്താണെന്ന് അറിയാം, നയം എന്താണെന്ന് അറിയാം. അതിനനുസരിച്ച് BJP ആ ആൾ സംഘടനാ സംവിധാനത്തെ നയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ഉദാസീനമായ സമീപനം മതിയാവില്ല ഇനിയുള്ള ഇന്ത്യയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നരേന്ദ്രമോദി ഭരിക്കുന്നത് RSS-ന് വേണ്ടിയാണെന്നാണ് സാധാരണ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി പോലും RSS-ൻ്റെ ഒരു ടൂളാണ്. അല്ലെങ്കിൽ അവരുടെ അവർ RSS ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിർവഹിക്കാൻ നിയുക്തരായ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന് ധാരണയുണ്ട്. അതുകൊണ്ട് BJP കേന്ദ്രത്തിലായാലും ഏത് സംസ്ഥാനത്തിലായാലും കേരളത്തിലായാലും കാണിക്കുന്ന ഏതൊരു അബദ്ധവും ആത്യന്തികമായി RSS-നെ ബാധിക്കും. അത് മാഷ് പറഞ്ഞത് വലിയ ശരിയാണ്. കാരണം ഈ ജനങ്ങൾ കാണുന്നത് RSS-നെ കുറിച്ച് അവരുടെ മനസ്സിലൊരു വലിയ സങ്കല്പമുണ്ട്, വലിയ രൂപമുണ്ട്. അതിന് കോട്ടം തട്ടുന്ന ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് അവരുടെയും കൂടി ചുമതലയാണ്. BJP-ക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പല വീഴ്ചകൾ സംഭവിക്കുമായിരിക്കും. അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതിലേക്ക് RSS-ൻ്റെ സംഭാവന വളരെ കൃത്യമായിരിക്കണം. അതേ നമുക്കും പറയാനുള്ളൂ. അത് സമയത്തിന് ലഭിക്കട്ടെ. അതെ, സന്ദർഭത്തിനനുസരിച്ച് അവർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ. തീർച്ചയായും.